കർത്താവ് നൽകുന്ന കൽപ്പനകൾ നാം പാലിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. മറ്റെല്ലാ ജനതകളേക്കാൾ ദൈവം നിന്നെ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ നീ ചെയ്യുന്ന എല്ലാ ജോലിയിലും വയലിലും നിന്നെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വയലിൽ 100 മേനി വിളവ് നൽകി നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മക്കളും മൃഗങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കും. നിന്റെ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല, സമൃദ്ധി ഉണ്ടാകും. നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രയത്നങ്ങളിലും ബിസിനസ്സിലും ജോലിയിലുമെല്ലാം നീ വിജയം വരിക്കും. നഷ്ടം ഉണ്ടാകുകയില്ല. ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും. കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ ആരാധിക്കുന്ന നിന്നെ എല്ലാവരും ഭയപ്പെടും. ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിപ്പിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളും അനുഗ്രഹിക്കും. അനേകം ജനങ്ങൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. നിന്റെ ദൈവമായ കർത്താവ് വലിയവനാണ്. അവൻ നിന്റെ മധ്യമുണ്ട്. നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ദാസനായിരിക്കില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അധോഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. കർത്താവ് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. സത്യദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ജീവിച്ച് നമുക്ക് സമൃദ്ധി നേടാം, അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.